ഇന്ന് നമുക്ക് പച്ച നിലക്കടല കൊണ്ട് അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കിയാലോ. നിലക്കടല 1 കിലോയോളം ഉണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടിട്ടുള്ള നല്ല ചെളിയുണ്ട്, മൺകട്ടയൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി നല്ലപോലെ കഴുകിയെടുത്ത് ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക. അങ്ങനെ ഇതാ ഉപ്പൊക്കെ ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ 3 വിസിൽ അടിച്ചതിന് ശേഷം ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കടല പൊളിച്ചെടുക്കുക. ഇതാ മുഴുവനായി ഇപ്പം പൊളിച്ചെടുത്തിട്ടുണ്ട്. കുറേ അതിനകത്ത് കടല ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ ഇതാ മസാല തയ്യാറാക്കാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ സബോള ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഇട്ട് കൊടുക്കുക. ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് പിന്നെ കുട്ടിത്തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർക്കുക. കടലയ്ക്ക് ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ അല്പം ചേർത്താൽ മതി. ഇനി പൊടികളായിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അല്പം വെള്ളവും കൂടെ ചേർത്ത് അതിലേക്ക് നേരത്തെ പൊളിച്ച് വെച്ച കടലയും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്, നീര്. അങ്ങനെ അതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.